കണ്ണൂർ പട്ടുവത്ത് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. കുന്നൂര് സ്വദേശിനി നാരായണിയാണ് മരിച്ചത്. ഏപ്രിൽ 26-നാണ് നാരായണിക്ക് പാമ്പുകടിയേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇടുക്കി പൂപ്പാറയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശങ്കരപാണ്ഡ്യമെട്ട് സ്വദേശി ജഗൻമോഹന്റെ ഭാര്യ ശാന്തിയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ജഗൻമോഹന്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണനെ ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുമായി സുബിൻ തോമസ് ചിരികാണ്ട്. സുബിൻ, കൊലപാതകത്തിന്റെ കാരണമെന്താണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ? ഒപ്പം അന്വേഷണവും ഇരുത്തരത്തിലാണ്. കൊലപാതകത്തിന് കാരണം എന്ത് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. പോലീസ് വിശദമായി തന്നെ രാമകൃഷ്ണനെ ചോദ്യം ചെയ്ത് വരികയാണ്. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ശാന്തിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സംഭവം നടന്ന അതേ ദിവസം ഈ രാമകൃഷ്ണൻ ശാന്തിയുടെ വീട്ടിൽ എത്തിയിരുന്നു. ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആണി വാങ്ങുന്നതിനായാണ് വീട്ടിലെത്തുന്നത്. ഇവർ ഈ സമയത്ത് ശാന്തി ഭർത്താവ് ജഗൻമോഹനെ വിളിച്ച് ഇത്തരത്തിൽ ഈ രാമകൃഷ്ണൻ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജഗൻമോഹൻ തിരിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഭാര്യയെ മരിച്ച നിലയിൽ കാണുന്നത്. രാമകൃഷ്ണനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് ചായ തന്നതിന് ശേഷം ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ള ഒരു വിവരമാണ് നൽകിയത്. ഇതിനുശേഷം വിശദമായ പോസ്റ്റ്മോർട്ടം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തുന്നു. ഈ സമയത്ത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയ ഡോക്ടർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നത്. പ്രധാനമായും കഴുത്തിന്റെ പല ഭാഗങ്ങളിലും ചില മുറിവുകൾ കണ്ടെത്തുന്നു. ഇതിനുശേഷം ഈ മുറിവുകൾ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വിശദമായ പരിശോധന നടത്തുന്നു. ഇത്തരത്തിൽ കഴുത്തിൽ തോർത്തു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഡോക്ടർ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷമാണ് നിലവിൽ രാമകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരുന്നത്. ഈ കൊലപാതകത്തിന് കാരണം എന്ത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരം പോലീസിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.